വെൽക്കം ബാക്ക് ടു എ ജോപോഡ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഈ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരു എക്സാമിന്റെ പേപ്പറും ഇല്ല. അപ്പോൾ നമുക്ക് സോഷ്യോളജിയിലെ കുറച്ച് ഷോർട്ട് ടെസ്റ്റ് നോക്കിയാലോ? റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് അടിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കഴിയും. ദെൻ നമ്മുടെ പുതിയതായിട്ടൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ എജുപോർട്ടിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ദെൻ ബൂസ്റ്റർ ബാച്ച് നമ്മൾ ഈടാക്കുന്ന പേയ്മെന്റ് 1,999 ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് പബ്ലിക് എക്സാമും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഇതുവരെ നിങ്ങൾ ഒരു പ്രോപ്പർ സ്റ്റഡി അല്ല മുന്നോട്ട് പോകുന്നുള്ളത് എങ്കിൽ എന്ത് ചെയ്യുക? പെട്ടെന്ന് നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ എക്സ്ക്ലൂസീവ് സ്റ്റഡി ഗ്രൂപ്പ് ബൈ മെന്റേഴ്സ്, വാട്സ്ആപ്പ് ഡൗട്ട് ക്ലിയറൻസ് ബൈ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ഫുൾ ചാപ്റ്റർ ആസ് എ സിലബസ് കംപ്ലീഷൻ ഫെബ്രുവരി 1st week, then February March റിവിഷൻ ആൻഡ് മോഡൽ എക്സാംസ്, then 3 set of exams, then വാട്സ്ആപ്പ് AI ഡൗട്ട് ക്ലിയറൻസും, അതുപോലെ തന്നെ സബ്ജക്ട് വൈസ് ക്ലബ്, ദെൻ പേഴ്സണൽ മെന്ററിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് മാത്രമല്ല, നമ്മുടെ ലക്ഷ്യം എന്താണ്? A+ ആണ്, ഫുൾ മാർക്കാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എന്ത് ചെയ്യാ? പെട്ടെന്ന് നിങ്ങൾ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഷോർട്ട് ടെസ്റ്റുകളുടെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ, ഇനി വരാൻ പോകുന്ന ഓരോ ലൈവിന്റെയും ലിങ്കും കാര്യങ്ങളും, അതുപോലെ ഡെയിലി സ്റ്റഡി പ്ലാൻ, നോട്ട്സ്, മൈക്രോബിറ്റ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ +2 വാട്സ്ആപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പൊ റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം. എന്നാ യെസ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ മോഡേണൈസേഷൻ ഇമ്പാക്ട് ഓൺ ട്രഡീഷണൽ റിച്വൽസ് ആൻഡ് സെറിമണീസ്. പരമ്പരാഗത ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആധുനികവൽക്കരണത്തിന്റെ സ്വാധീനം വിശദീകരിക്കും. മോഡേണൈസേഷൻ എന്നൊരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഈ വരുന്ന എക്സാമിന് ഒരു ഷോർട്ട് ടെസ്റ്റ് പ്രതീക്ഷിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മളത് ആൻസർ ചെയ്യും. ആദ്യം നിങ്ങൾ എഴുതേണ്ട കാര്യം എന്താണ് മോഡേണൈസേഷൻ എന്ന് നിങ്ങൾ ഫസ്റ്റ് എഴുതുന്നു. പിന്നീട് നമ്മുടെ റിലീജിയനിലെ റിച്വൽസിലും സെറിമണീസിലും വന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യുക? ഇതുപോലെ പോയിന്റ് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ ഒരു ഷോർട്ട് ടെസ്റ്റ് വരുമ്പോൾ എന്താണോ ടോപ്പിക്ക്, ആ ടോപ്പിക്കിനെ കുറിച്ച് 2-3 ലൈനിൽ എന്ത് ചെയ്യുക? ആ ഒരു മോഡേണൈസേഷനോ അല്ലെങ്കിൽ വെസ്റ്റേണൈസേഷനോ സെക്കുലറിസോ എന്തോ ആയിക്കോട്ടെ, അത് എന്താണെന്ന് ഒരു 3 ലൈൻ നിങ്ങൾ എഴുതി വെക്കണം. ഇത് ഷോർട്ട് ടെസ്റ്റിന്റെ കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? സിംപ്ലിഫിക്കേഷൻ ഓഫ് റിച്വൽസ് ആണ് അല്ലെ, ആചാരങ്ങളുടെ ലളിതീകരണം. അപ്പൊ മോഡേണൈസേഷന്റെ ഭാഗമായിട്ട് അതുവരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ മാരേജ് സെറിമണി ആയിക്കോട്ടെ, അതുപോലെ നെയ്മിങ് സെറിമണി, ഫെസ്റ്റിവൽസ് എന്തുമായിക്കോട്ടെ, അതുവരെ എങ്ങനെയാണോ ആഘോഷിച്ചിരുന്നത് അതിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്നാണ് യൂസ് ഓഫ് ടെക്നോളജി ആണ്, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ ആയിട്ട് മാറിയിട്ടുണ്ടല്ലേ. നമ്മൾ ഇൻവിറ്റേഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ ഡിജിറ്റൽ ആയിട്ട് നമ്മൾ ഓൺലൈൻ വഴി നമ്മുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? എന്താണ് നമ്മുടെ സെറിമണി, അതുമായി ബന്ധപ്പെട്ട പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും. ഇപ്പൊ അങ്ങനെ ആയിട്ട് നമുക്ക് സൗകര്യം കൂടിയിട്ടുണ്ട്. അതുപോലെ ഓൺലൈൻ ബുക്കിംഗ്, ലൈവ് സ്ട്രീമിംഗ് ഓഫ് വെഡിങ് ആൻഡ് ഓൺലൈൻ പൂജയും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് കാണാൻ പറ്റും. മറ്റൊന്നാണ് കൾച്ചറൽ മിക്സിംഗ് ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ, സാംസ്കാരിക മിശ്രണം, വ്യാപാരവൽക്കരണം. പാശ്ചാത്യ ആശയങ്ങൾ ചേർന്ന പുതിയ രീതികളിൽ ഇപ്പൊ കേക്ക് കട്ടിങ്, അതുപോലെ നമ്മുടെ ഡെസ്റ്റിനേഷൻ വെഡിങ് എന്നീ ചടങ്ങുകളും, അതുപോലെ ഇവന്റ് മാനേജ്മെന്റും ഒക്കെ നോക്കൂ. നിങ്ങൾ ഒരു കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അതൊക്കെ ഓരോ കാലത്തിന്റെ ഭാഗമായിട്ടും മോഡേണൈസേഷന്റെ ഭാഗമായിട്ടും വന്നിട്ട് ഇപ്പൊ കേക്ക് മുറിക്കുന്ന ഒരു കല്യാണത്തിൽ കേക്ക് എന്തായാലും മുറിക്കും അല്ലെ, അതൊരു ആചാരമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ പല പല ഇവന്റ്സും കാര്യങ്ങളും ഒക്കെയാണ് നമുക്കിന്ന് പല സെലിബ്രേഷനിലും നമുക്ക്
കാണാൻ പറ്റുക. അവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തേ അത് ഒരു കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അതും ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ വിശ്വാസ രീതികളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ ആണ് സെക്കുലറിസം ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കും. കോൺസെപ്റ്റ് ഓഫ് സെക്കുലറിസം ഹൗ എഫക്ട് ഇന്ത്യൻ ജാതി സിസ്റ്റം. മതേതരത്വം എന്ന ആശയം ഇന്ത്യൻ ജാതി വ്യവസ്ഥയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? എങ്ങനെയാണ്? അപ്പൊ എന്താണ് സെക്കുലറിസം നോക്കാം. എന്താണ് മതനിരപേക്ഷത എന്നത്? എല്ലാ മതങ്ങളെയും തുല്യമായി കാണുക, ഒരു മതത്തിനും പ്രത്യേക ആനുകൂല്യം നൽകാതെ എല്ലാ മതങ്ങൾക്കും ഈക്വൽ റെസ്പെക്റ്റും നൽകുകയും അതുപോലെ തന്നെ രാഷ്ട്രീയമാണ് എന്ത് പറയുന്നത് മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ എന്താണ് സെക്കുലറിസം എന്നുള്ളത് എന്ത് ചെയ്യുക, ഒരു വളരെ ചെറിയ രീതിയിൽ 2-3 ലൈനിൽ എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് ഡിക്ലൈൻ ഓഫ് റിലീജിയസ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് കാസ്റ്റ്. ജാതി വ്യവസ്ഥയ്ക്ക് മതപരമായിരുന്ന വിശ്വാസങ്ങൾ കുറയുന്നു. അപ്പൊ കാസ്റ്റ് റൂൾസ് were supported by religious beliefs. Secularism promote rational and equal value which weakens the religious authority of caste. അപ്പൊ ഇതിലൂടെ നമ്മൾ യുക്തി, സമത്വം എന്നീ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് ജാതിയെ പിന്തുണച്ചിരുന്ന മതധാരങ്ങൾ ദുർബലമാവുകയും ചെയ്തു. മറ്റൊന്നാണ് റിഡക്ഷൻ ഓഫ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആണ്. എന്താണ്? ജാതി ഭേദ നിക്ഷേപത്തിന് കുറവ് അല്ലെ? യെസ്. ഇവിടെ നോക്കുമ്പോൾ മതനിരപേക്ഷ ഭരണഘടന സമത്വവും നീതിയും ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ അസ്പൃശ്യത പോലെയുള്ള ജാതി ചട്ടങ്ങൾ നിയമപ്രകാരം അവിടെ നിരോധിക്കുന്നു. മറ്റൊന്നാണ് മോർ സോഷ്യൽ മൊബിലിറ്റി ആണ്. സെക്കുലർ എഡ്യൂക്കേഷൻ, ജോബ്സ് ആൻഡ് മോഡേൺ പ്രൊഫഷൻ അലോ പീപ്പിൾ ടു മൂവ് ബിയോണ്ട് കാസ്റ്റ് ബേസ്ഡ് ഓക്യുപ്പേഷൻസ്, വീക്കനിങ് ജാതി ബൗണ്ടറീസ്. അപ്പൊ തൊഴിൽ വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്നു നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസവും ആധുനിക ജോലികളും മനുഷ്യരെ ജാതി അധാരികത തൊഴിൽ നിരോധങ്ങളിൽ നിന്നും മുക്തമാക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇന്ന ജാതിയിൽപ്പെട്ട ആൾക്കാണ് ഇന്ന തൊഴിൽ എന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതുണ്ടോ? ഇന്ന് വിദ്യാഭ്യാസമുള്ള ഏതൊരു വ്യക്തിക്കും ഏത് തൊഴിലും ചെയ്യുവാനുള്ള ഒരു ഫ്രീഡം നമ്മുടെ രാജ്യത്ത് ഉണ്ട്. മറ്റൊരു പ്രധാന ടോപ്പിക്കാണ്, ക്വസ്റ്റ്യൻ ആണ്, ദ ട്രാൻസ്ഫോർമേഷൻ റൂറൽ സൊസൈറ്റി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഗ്രാമീണ സമൂഹത്തിലെ പരിവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ്? ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് India's rural society underwent major social and economic changes due to government reforms and ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. അപ്പൊ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലെ? പക്ഷെ ഇന്ത്യയിലെ ഗ്രാമീണ സമൂഹത്തിൽ വലിയ 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 സാമൂഹിക മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ? അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ലാൻഡ് റിഫോംസ് അല്ലെ? ഭൂസംബന്ധമായ പരിഷ്കരണങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്നു. അതെന്താണ്? അതിലൊരു അബോളിഷൻ ഓഫ് ജമീന്ദാരി സിസ്റ്റം. ബ്രിട്ടീഷുകാരുടെ സമയത്ത് നോർത്ത് ഈസ്റ്റേൺ അല്ലെ ബീഹാർ, ബംഗാൾ ഭാഗത്താണ് ആദ്യമായിട്ട് ജമീന്ദാരി സിസ്റ്റം കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ലാൻഡ് സീലിംഗ് ആക്ട്, ടെനൻസി റിഫോംസ്, റെഡ്യൂസ് ദ പവർ ഓഫ് ലാൻഡ് ലോർഡ്സ് ആൻഡ് പ്രൊവൈഡ് ലാൻഡ് റൈറ്റ്സ് ടു പെസൻസ്. അപ്പൊ ജമീന്ദാരി സമ്പ്രദായം റദ്ദാക്കി. കർഷകർക്കിടയിൽ ഒരു മധ്യസ്ഥന്റെ ആവശ്യം ഇല്ല. അതുപോലെ തന്നെ ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. മാത്രമല്ല കർഷകർക്ക് ഭൂ ഉടമസ്ഥാവകാശവും ലഭിച്ചു. മറ്റൊന്നാണ് ഗ്രീൻ റെവല്യൂഷൻ. അറിയാലോ, ഈ ഗ്രീൻ റെവല്യൂഷൻ മാത്രം നമുക്ക് എസ്സേയും ഷോർട്ട് എസ്സേയും പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ് ഗ്രീൻ റെവല്യൂഷൻ? ഇൻട്രൊഡക്ഷൻ ഓഫ് HIV seeds, fertilizers, irrigations and modern tools increased agricultural productivity. It creates prosperity is some but also inequalities. അപ്പൊ ഇവിടെ ഉയർന്ന വിളവുള്ള
വിത്തുകളാണ് ഏത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ. രാസവളം, ജലസേചനം എന്നിവ ഉപയോഗിച്ച് കൃഷിയുടെ ഉൽപാദനം വളരെയധികം വർദ്ധിച്ചു. ചിലർ സമ്പന്നരായെങ്കിലും അല്ലെ, അവിടെ പഠിച്ചവർക്ക് അറിയാമായിരിക്കും, അവിടെ പൂർ കർഷകരും ഉണ്ടായിട്ടുണ്ട് അല്ലെ, പാവപ്പെട്ട കർഷകരും സമ്പന്ന കർഷകരും ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സാമ്പത്തിക അസമത്വവും അല്ലെ, സാമൂഹിക അസമത്വമൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. മറ്റൊന്നാണ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആണ്. എന്താണ്? ഗ്രാമവികസന പദ്ധതികൾ. റൂറൽ ഡെവലപ്മെന്റ് സ്കീംസ് ലൈക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. മറ്റൊന്നാണ് ഏതാണ്? പഞ്ചായത്ത് രാജ്. അറിയാലോ അല്ലെ? യെസ്. അപ്പൊ 73-ാം ഭേദഗതി ഏതാണ്? അമെന്റ്മെന്റ് ഓർത്ത് വെക്കട്ടെ. 73 ഭേദഗതി ഗ്രാമസഭയ്ക്ക് കൂടുതൽ അധികാരം ലഭിച്ചു. ജനങ്ങൾക്ക് തീരുമാനമെടുക്കലും അതുപോലെ വികസന പദ്ധതികളിലും നേരിട്ട് പങ്കാളിത്തവും കിട്ടി. മറ്റൊന്നാണ് സോഷ്യൽ ചേഞ്ചസ് ആണ്. സാമൂഹിക മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വിദ്യാഭ്യാസമായിക്കോട്ടെ, ഗതാഗതം, ആശയവിനിമയം, മീഡിയ മുതലായവയിലൂടെ ജാതി വ്യവസ്ഥയുടെ കടുത്ത നിയന്ത്രണം കുറയ്ക്കുകയും സാമൂഹിക ചലനശേഷി അല്ലെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചാപ്റ്ററിൽ എന്തൊക്കെയാണോ പഠിച്ചത് ഒക്കെ എന്ത് ചെയ്യാ? എഴുതി വെക്കാൻ പഠിക്കണം. അപ്പൊ ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ പറഞ്ഞു അല്ലെ, ഗ്രീൻ റെവല്യൂഷൻ. ഓക്കെ, ഗ്രീൻ റെവല്യൂഷൻ ക്രിട്ടിക്കലി ഇവാലുവേറ്റഡ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ റൂറൽ സൊസൈറ്റി. ഇന്ത്യയിലെ ഗ്രാമീണ സമൂഹത്തിലെ ഹരിതവിപ്ലവത്തെ വിമർശനാത്മകമായി വിലയിരുത്തുക. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം ഗ്രീൻ റെവല്യൂഷന്റെ സോഷ്യൽ കോൺസിക്വൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പ്രതീക്ഷിക്കാം ക്രിട്ടിക്കലി ഇവാലുവേഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ രണ്ടും ഒരു ആൻസർ എഴുതി കൊടുത്താൽ മാർക്ക് ഫുള്ള് ലഭിക്കണമെന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഗ്രീൻ റെവല്യൂഷനെ ക്രിട്ടിക്കലി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. ഇതുപോലെ ക്വസ്റ്റ്യൻ എസ്സേക്കോ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേയോ പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എന്താണ്? റീജിയണൽ ഡിസ്പാരിറ്റീസ്, പ്രാദേശിക അസമത്വം. പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ UP തുടങ്ങിയ ചില സംസ്ഥാനങ്ങൾക്ക് മാത്രമായിരുന്നു ഗ്രീൻ റെവല്യൂഷന്റെ ഹരിത വിപ്ലവത്തിന്റെ പ്രയോജനങ്ങൾ ലഭിച്ചത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളുമായി ഒരു വലിയ രീതിയിലുള്ള ഒരു അസമത്വം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മറ്റൊന്നാണ് സോഷ്യൽ ഇനീക്വാലിറ്റി ആണ്, സാമൂഹിക അസമത്വം. അപ്പൊ ചെലവ് നമ്മൾ പറയാത്ത പറഞ്ഞു HIV സ്വീറ്റ്സ് അല്ലെ, അത്യുൽപാദന വിത്ത് നല്ല ചെലവേറിയ വിത്താണത്. വാങ്ങിക്കാൻ നല്ല രീതിയിലുള്ള മൂലധനം നമുക്ക് അതവിടെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ വളമായിക്കോട്ടെ അല്ലെ, രാസവളങ്ങള്, കീടനാശിനികള്, യന്ത്രങ്ങള്, ജലസേചനം എന്നിവ വാങ്ങാൻ സമ്പന്ന കർഷകർക്ക് മാത്രമായിരുന്നു കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇതോടെ സമ്പന്ന ദരിദ്ര തമ്മിലുള്ള ഒരു അസമത്വം നമുക്ക് അവിടെ കാണാൻ പറ്റും. മറ്റൊന്നാണ് എൻവയോൺമെന്റൽ ഡാമേജ് ആണ്. എന്താണ്? പാരിസ്ഥിതിക നാശം. ഇപ്പൊ നമ്മൾ ഈ കൂടുതലായിട്ട് ഈ വിളകളിലൊക്കെ ഈ കീടനാശിനിയും രാസവളങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മണ്ണിന്റെ ഫലം അല്ലെ, മണ്ണിന്റെ ഗുണം അതിന് ഫെർട്ടിലിറ്റി അവിടെ കുറയുകയും ജലമലിനീകരണവും കീടങ്ങളുടെ പ്രകൃതി സമുദ്രിതാവസ്ഥയും നഷ്ടപ്പെടുകയും അതുവഴി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. മറ്റൊന്നാണ് ഏത്? ഭൂഗർഭജല ക്ഷയം. അപ്പൊ നമ്മൾ ഈ ട്യൂബ് വെല്ലുകളെ ഉപയോഗിച്ച തീവ്ര ജലസേചനം കാരണം ഗ്രീൻ റെവല്യൂഷൻ പ്രദേശങ്ങളിൽ ഭൂഗർഭജല നിരപ്പ് വേഗത്തിൽ കുറഞ്ഞു. ഓക്കെ ആണല്ലോ? മറ്റൊന്നാണ് ഏതാണ്? വിള വൈവിധ്യത്തിന്റെ നഷ്ടം. നമ്മൾ ഗോതമ്പ്, അരി പോലെയുള്ള HIV വിളകൾ മുൻഗണന ലഭിച്ചതിലൂടെ ചോറ്, ബജ്ര, കൊടുക്ക, പരിപ്പ് തുടങ്ങിയ പരമ്പരാഗത വിളകൾ ഇല്ലാതാവുകയും ഇതോടെ കൃഷി കൂടുതൽ അപകടകരമായി തീരുകയും ചെയ്തു. അപ്പൊ നമ്മൾ ട്രഡീഷണലി നമ്മൾ അത്രയും കാലം നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു കൃഷി രീതിയുണ്ട്.
അവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്ന കുറച്ച് വിത്തുകളുണ്ട്, അതെല്ലാം മാറ്റി അതിൻ്റെ എല്ലാം ഉപയോഗം ഒഴിവാക്കി അങ്ങോട്ട് എന്ത് കൊണ്ടുവരികയാണ്? അത്യുൽപാദന ശേഷിയുള്ള അല്ലെ, ഡബിൾ ആയിട്ട് നമുക്ക് വിള ലഭിക്കുന്ന വിത്തുകൾ കൊണ്ട് വരികയാണ്. ഓക്കെ ആണല്ലോ. ദെൻ മറ്റൊന്നാണ് ഇൻഡെപ്റ്റൻസ് അമംഗ് ഫാർമേഴ്സ് അല്ലെ, കർഷകർക്കിടയിൽ ഉണ്ടായിട്ടുള്ള കടബാധ്യതകൾ. ഉയർന്ന ഇൻപുട്ട് ചെലവുകൾ കാരണം ചെറു കർഷകർക്ക് കടമെടുത്ത് കൃഷി ചെയ്യേണ്ട അവസ്ഥയായി. എന്നാൽ പലർക്കും കൃഷി നാശം സംഭവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അല്ലെ? ആ കടം അങ്ങോട്ട് അടക്കാൻ അല്ലെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാം. Then change have globalization and liberalization brought to the Indian industrial society. ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ഇന്ത്യൻ വ്യാവസായിക സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? അതിൽ ഒന്നാണ് ഏത്? എക്സ്പെൻഷൻ ഓഫ് പ്രൈവറ്റ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, സ്വകാര്യ വിദേശ നിക്ഷേപം വർദ്ധിച്ചു. അപ്പൊ വ്യാപാര നിയന്ത്രണങ്ങൾ കുറച്ചതോടെ മൾട്ടിനാഷണൽ കമ്പനികളും സ്വകാര്യ കമ്പനികളും നിക്ഷേപം വർദ്ധിപ്പിച്ചു. മത്സരവും കാര്യക്ഷമതയും അതിന്റെ ഭാഗമായിട്ട് അവിടെ എന്ത് ചെയ്തു? മെച്ചപ്പെട്ടു. രണ്ടാമത്തതാണ് ഇത്? ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ ആണ്. എന്താണ്? സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം. അപ്പൊ നമ്മള് ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസേഷന്, അതുപോലെ തന്നെ ഡിജിറ്റൽ സിസ്റ്റങ്ങൾ എന്നിവ വ്യാപകമായതോടെ ഉൽപാദനക്ഷമതയും അതിന്റെ ഗുണമേന്മയും എന്ത് ചെയ്തു? ഉയരുകയും ചെയ്തു. മറ്റൊന്നാണ് ഏതാണ്? ഗ്രോത്ത് ഓഫ് ന്യൂ സെക്ടേഴ്സ്. ഇവിടെ ഒരു പുതിയ വ്യവസായ മേഖലയുടെ വളർച്ചയുണ്ടായി. അതിലൊന്നാണ് IT അല്ലെ, അതുപോലെ തന്നെ BPO, ടെലികമ്മ്യൂണിക്കേഷൻ, വാഹന വ്യവസായം എന്നിവ വേഗത്തിൽ വളരുകയും പുതിയ തൊഴിലവസരങ്ങൾ വൈറ്റ് കോളർ ജോബുകളുടെ ഒരു നിര തന്നെ ഉയർന്നു വരികയും ചെയ്തു. Then flexible labor and changing work culture ആണ്. തൊഴിൽ മാതൃകയിലും ജോലി സംസ്കാരത്തിലുമുള്ള മാറ്റങ്ങൾ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന കരാർ ജോലി അറിയാലോ, കരാർ വർക്ക് അല്ലെ, അത് വർദ്ധിക്കുകയും സ്ഥിര ജോലി കുറയുകയും ചെയ്തു. തൊഴിലാളികൾക്കും കൂടുതൽ കഴിവുകൾ ആവശ്യമാവുകയും ജോലി കൂടുതൽ മത്സരാധിഷ്ഠിതമാവുകയും ചെയ്തു. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് മക്കളെ, റൈറ്റ് two difference between organized and unorganized sector. സംഘടിത അസംഘടിത മേഖലയുടെ രണ്ട് വ്യത്യാസങ്ങൾ എഴുതുക. നമുക്ക് നോക്കാം എന്താണ് ഓർഗനൈസ്ഡ് സെക്ടർ. എന്താണ്? It consists of all units employing 10 or more people throughout the year. ഇവിടെ 10 അതിലധികം ആളുകൾ വർഷം മുഴുവൻ പണിയെടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ എന്ത് വിളിക്കും? സംഘടിത മേഖല എന്ന് വിളിക്കും. ഇവിടെ ഈ കമ്പനി ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ഇപ്പൊ പെൻഷനും കാര്യങ്ങളൊക്കെ എന്താവും? കൃത്യമായിട്ട് ഇവിടുന്ന് ലഭിക്കുന്നുണ്ടായിരിക്കും. മറ്റൊന്നാണ് ഏത് പറയുന്നത്? ഏതാണ്? അൺഓർഗനൈസ്ഡ് സെക്ടർ, അസംഘടിത മേഖല. ഇപ്പൊ അത് നിങ്ങൾ പഠിച്ചതിന് അതിന് ഓപ്പോസിറ്റ് ആണ് ഏത്? ഇവിടെ എന്താണ്? ഇറ്റ് എംപ്ലോയിങ് ബിലോ 10 people in a year and it is not registered with government. ഇവിടെ എന്താണ്? 10 പേരിൽ താഴെ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ അസംഘടിത മേഖലയിൽ ഉൾപ്പെടുന്നത്. ഇത് ഗവൺമെന്റ് രജിസ്ട്രേഷൻ ചെയ്യാത്ത സ്ഥാപനങ്ങളാണ്. ഇവിടെ തൊഴിൽ സുരക്ഷയും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കില്ല. ഇന്ത്യയില് കണ്ടോ, ഇന്ത്യയിലെ 90% ആളുകളും ജോലി ചെയ്യുന്ന ഏത് മേഖലയിലാണ്? ഏതാണ്? അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്, അസംഘടിത മേഖലയിലാണ്. അത് മനസ്സിലായല്ലോ ഡിഫറൻസ് എന്താന്നുള്ളത്? യെസ്, നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ്
ക്യാപിറ്റലിസം. എന്താണ് ക്യാപിറ്റലിസം? Capitalism is an economic system in which means of production are owned by private individuals or companies. എന്താണ്? സ്വകാര്യ ഉടമസ്ഥതയും ലാഭം ലക്ഷ്യവുമായുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? എന്താണ് മുതലാളിത്തം എന്ന് പറയുന്നത്? അതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഒന്ന് എന്താണ്? പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും അല്ലെ, സ്വകാര്യ ഉടമസ്ഥാവകാശം. അതുപോലെ തന്നെ മെയിൻ ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ് ആണ് അല്ലെ, ലാഭമാണ് ലക്ഷ്യം വരുന്നത്. ദെൻ തേർഡ് എന്താണ്? മാർക്കറ്റ് മെക്കാനിസം അല്ലെ, വിപണി സംവിധാനം. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക, അതിന്റെ നിങ്ങൾ നോക്കാം. ദെൻ മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ ആണ് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരിയഡ്. അപ്പോ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അപവ്യവസായവൽക്കരണമായിരുന്നു ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്നത്. അപ്പോ അതെന്താണെന്ന് എന്താണ് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഡീ ഇൻഡസ്ട്രിയലൈസ് ഇന്ത്യ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരിയഡ് refers to the decline of traditional Indian industries, especially the famous handicraft and textile സെക്ടേഴ്സ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അപവ്യവസായം എന്ന പരമ്പരാഗത ഇന്ത്യൻ വ്യവസായങ്ങളുടെ പ്രത്യേകിച്ച് പ്രശസ്തമായ കരകൗശല തുണി മേഖലകളുടെ തകർച്ചയെയാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നത്? അപവ്യവസായവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Then before British rule, India was a major producer and exporters of line, cotton, silk goods. But British economy policy caused a rapid collapse of these industries. ഇവിടെ ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപ് ഇന്ത്യ മികച്ച നല്ല രീതിയിൽ പരുത്തിയുടെയും പട്ടുനൂലിന്റെയും പ്രധാന ഉൽപാദകരും അത് കയറ്റുമതിക്കാരനും ആയിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാര് വന്നതോടെ ഒരുപാട് സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവരികയും ഇത് വ്യവസായങ്ങളുടെ ദ്രുതഗതിയിലുള്ള തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ദെൻ ബ്രിട്ടീഷുകാർ വിവേചനപരമായിട്ടുള്ള താരിഫ് നയങ്ങൾ ഏർപ്പെടുത്തുകയും വില കുറഞ്ഞ യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നിറഞ്ഞൊഴുകി. അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിദേശത്ത് വൻതോതിൽ നികുതി ചുമത്തുകയും ചെയ്തു. അപ്പൊ നമ്മുടെ ഉൽപ്പന്നം മാറ്റി നിർത്തിയിട്ട് അവരുടെ ഉൽപ്പന്നം നമ്മൾ ഇന്ത്യക്കാരായിക്കോട്ടെ ഉപയോഗിക്കുക എന്നൊരു സ്കീമാണ് ഇതുവഴി വന്നത് അല്ലെ. ഇന്ത്യൻ കരകൗശല വിദഗ്ധർക്ക് വിപണി നഷ്ടപ്പെട്ടു. ബ്രിട്ടനിലെ വ്യാവസായിക ഉൽപാദനവുമായി മത്സരിക്കാൻ നമ്മുടെ ഇന്ത്യൻ വിപണിക്ക് സാധിച്ചില്ല. അപ്പൊ ഇവിടെ ഒരു വൺവേർഡ് പ്രതീക്ഷിക്കാം. ഏതൊക്കെയായിരുന്നു ആ തകർന്നു പോയ പഴയ ടൗൺസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യാ, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ കൊളോണിയൽ ഭൂനികുതി സമ്പ്രദായം കരകൗശല വിദഗ്ധരുടെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് പലരെ അവരുടെ കരകൗശല വസ്തുക്കൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. ദെൻ റെയിൽവേയുടെ വരവ് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഗ്രാമീണ മേഖലയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ സഹായിച്ചു. അങ്ങനെ ദശലക്ഷക്കണക്കിന് കരകൗശല വിദഗ്ധർ തൊഴിലില്ലാത്തവരായി. ഇത് വ്യാപകമായ ദരിദ്രത്തിലേക്കും ഗ്രാമവൽക്കരത്തിലേക്കും ഇത് ഫിനിഷ്ഡ് സാധനങ്ങൾക്ക് ബ്രിട്ടനെ മാത്രം ആശ്രയിക്കുന്നതിലോട്ട് നയിച്ചു. അപ്പോൾ ഡീ ഇൻജസ്റ്റിസ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പൊ എന്ത് ചെയ്യുക, അത് പഠിച്ചു വെക്കുക. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, നിങ്ങൾ ഇതിന്റെ മുന്നേ പഠിച്ചതായിരിക്കും അല്ലെ, നമ്മുടെ കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അവ ഒന്നും കൂടെ നോക്കിക്കോളൂ. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് sociological imagination with a suitable example? How does it help us differentiate between personal troubles and social issues? അറിയാലോ, വളരെ സിമ്പിൾ അല്ലേ? ആണോ? പഠിച്ച കാര്യങ്ങളാണല്ലോ. ഓക്കെ, അവ സാമൂഹിക ഭാവനയുടെ ആശയത്തെ ഉചിതമായ ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കുക. വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാൻ ഇത് നമ്മെ എങ്ങനെ സഹായിക്കും?
അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ അവിടെ അന്തം വിട്ടിരിക്കുവോ? അയ്യോ ഞാൻ പഠിച്ചു മറന്നുപോയി എന്നുള്ള അവസ്ഥ വരുമോ? വരാൻ പാടില്ല. ഇവിടെ ശ്രദ്ധിക്കാട്ടോ. നോക്കാം, എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് അറിയാലോ? അറിയാത്തവരുണ്ടോ? ആരാണ്? സീറൈറ്റ് മിൽസ്. That refers to the ability to understand the connection between individual experience and larger social forces. Appo it helps us see that many problems faced by individuals are not only personal but are sharpened society in which they live. Appo വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് അല്ലപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അൺഎംപ്ലോയ്മെന്റ് ആണ് നമ്മുടെ എക്സാമ്പിൾ. ഓക്കെ, ഒരു വ്യക്തി നല്ല രീതിയിൽ തൊഴിലില്ലായ്മ എന്നൊരു പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ ഒരു നോക്കുമ്പോൾ യെസ് എനിക്ക് ജോലിയില്ല, എന്തുകൊണ്ടാണ് എനിക്ക് ജോലി ഇല്ലാത്ത? അപ്പൊ നമ്മളൊരു സോഷ്യോളജി അല്ലെ പഠിച്ചൊരു സ്റ്റുഡന്റ് എന്ന നിലയിൽ നമ്മളൊരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന കോൺസെപ്റ്റ് നമ്മൾ ആ വ്യക്തിയെ നോക്കി കാണുമ്പോൾ നമ്മൾ എങ്ങനെയാവും ആ വ്യക്തിയെ വിലയിരുത്തുക? എങ്ങനെയാവും? യെസ്, നമ്മൾ നോക്കേണ്ട കാര്യം ആ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണോ? നമ്മളെ എടുക്കുന്നു, എന്നിട്ട് എടുക്കാതെ പറഞ്ഞ കൈ കൊണ്ട് പൊക്കണ കാര്യമല്ല കേട്ടോ. നമ്മൾ ആ വ്യക്തിയുടെ പ്രശ്നം, നമ്മളെ കേസ് നമ്മൾ എടുക്കുന്നു, എന്നിട്ട് ആ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ജോലി ലഭിക്കാത്തത്, ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കും. എഡ്യൂക്കേഷൻ ഉണ്ടോ? വിദ്യാഭ്യാസത്തിന് പോവേണ്ട സമയത്ത് വേറെ എന്തെങ്കിലും പണിക്ക് പോയോ? അതുപോലെ തന്നെ അവന്റെ ഇക്കോണമിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കും. ഓക്കെ, ജോലി ഇല്ലെങ്കിലും ജീവിക്കുവാനുള്ള ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ എന്ത് നോക്കാം? ഈ ഒരു പ്രശ്നം അവൻ നിൽക്കുന്ന ആ സമൂഹത്തില് വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്നും കൂടെ നോക്കാം. അവന്റെ ആ ഒരു പ്രശ്നം അവന്റെ പേഴ്സണൽ പ്രോബ്ലം ആണ്. എന്നാൽ ആ സമൂഹത്തില് ഒരുപാട് ആളുകൾ ഈ അൺഎംപ്ലോയ്മെന്റ് എന്നൊരു പ്രോബ്ലം നേരിടുന്നുണ്ടെങ്കിൽ അതെന്തല്ല, അത് പേഴ്സണൽ പ്രോബ്ലം അല്ല, അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റിലൂടെ നമുക്ക് ഒരു പ്രോബ്ലം, ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലം നമുക്ക് അത് ഇൻഡിവിജ്വൽ പ്രോബ്ലം ആണോ, അതുപോലെ തന്നെ അത് ഒരു സോഷ്യൽ ഇഷ്യൂ ആണോ നമുക്ക് നോക്കിക്കാണാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് ഏത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അത് കൊണ്ടുവന്ന വ്യക്തിയുടെ പേരറിയാലോ? ആരാണ്? സീറൈറ്റ് മിൽസ്. ഓക്കെ ആണല്ലോ? അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഡ്യൂ ടു നാഷണൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ്. ദേശീയ വികസന പദ്ധതികൾ മൂലം ആദിവാസി സമൂഹങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാണ് ഏത്? ഇതെന്താണ്? ദേശീയ ഡിസ്പോസിഷൻ ഓഫ് ദ ട്രൈബൽ ലാൻഡ് അല്ലെ. ദേശീയ വികസനത്തിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതികൾ എല്ലാം ഗോത്ര വിഭാഗത്തിന് എന്തായി? ദോഷകരമായിട്ട് മാറി. ഫോർ എക്സാമ്പിൾ, ഇപ്പോ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഭാഗങ്ങളിൽ ഡാമും കനാലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, അറിയാലോ? യെസ്, ആ ഭാഗത്ത് ഒരുപാട് ട്രൈബൽ ഏരിയാസ് ഈ ഡാമിന്റെ പ്രൊജക്റ്റിന് വേണ്ടി ഒക്കെ അത് എടുക്കുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും അവരുടെ ട്രൈബൽ ലാൻഡ് അവിടെ എന്ത് ചെയ്യാണ്? നഷ്ടപ്പെടുന്നുണ്ട്. ഇത് നെഹ്റുവിന്റെ കാലത്തുണ്ടായിരുന്ന ഓക്കെ. മറ്റൊന്നാണ് ലോസ് ഓഫ് ലിവ്ലിഹുഡിൽ അവരുടെ ഉപജീവനവും ഇതുമൂലം നഷ്ടമായി. എന്നാൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ആളുകൾക്കാണ് പ്രയോജനവും നേട്ടവും ഉണ്ടായിരുന്നുവെങ്കിലും ഇവർക്ക് എന്തുണ്ടായിരുന്നില്ല? വലിയ നേട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് ഏത്? നർമ്മദാ നദിയിലെ ഡാം കൺസ്ട്രക്ഷൻ. ഗോത്ര പ്രദേശങ്ങളിലേക്കുള്ള മറ്റാളുകളുടെ കടന്നു വരവ്, മെയിൻ സ്ട്രീമിൽ നിന്നും ആളുകൾ ഈ ട്രൈബൽ ഏരിയാസിലോട്ട് കടന്നു വരവ് മൂലം ഗോത്ര സംസ്കാരത്തിനും അതുപോലെ തന്നെ സമുദായത്തിനും അതൊരു ഭീഷണിയായി മാറി. ഇനി മറ്റൊന്നാണ് ഏത്? മൈഗ്രേഷൻ ഓഫ് non-tribal to tribal areas led to destruction of tribal culture and community. ഇവിടെ നഷ്ടപ്പെട്ട സ്വത്വം തിരിച്ചു ലഭിക്കുന്നതിനായി ഗോത്രവർഗങ്ങൾ ധാരാളം
പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും അവർക്ക് മാത്രമായിട്ട് പുതിയ സംസ്ഥാനങ്ങൾ രൂപപ്പെടുവാൻ കാരണമാവുകയും ചെയ്യും. അതിന്റെ എക്സാമ്പിൾ ആണ്, അതിന്റെ സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ്, അറിയാലോ, ജാർഖണ്ഡ് ഒക്കെ ട്രൈബൽ ഏരിയാസ് ആണ്. ദെൻ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ കലാപങ്ങൾ അടിച്ചമർത്തിയത് മൂലം പുതിയ കലാപങ്ങൾ ഉടലെടുക്കുകയും സാമ്പത്തികവും സാംസ്കാരികവുമായ നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പൗര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ഫോർ എക്സാമ്പിൾ മണിപ്പൂർ, നാഗാലാൻഡ് ഇഷ്യൂ ഒക്കെ അറിയാലോ, അതൊക്കെ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുക കേട്ടോ. യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മൈനോറിറ്റി റൈറ്റ് ഇൻ ഇന്ത്യ. ഇവിടെ നിങ്ങൾ കുറച്ചൊരു പൊളിറ്റിക്സിൽ പഠിക്കേണ്ട ഒരു കുറച്ച് നമ്മുടെ ആർട്ടിക്കിളും കാര്യങ്ങളും, ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എന്തായാലും ഈ എക്സാമിന് പ്രതീക്ഷിക്കാം. എന്താണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന ആശയം വിശദീകരിക്കുക. ഒരു ജനാധിപത്യ സമൂഹത്തിൽ അവ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ എന്താണ്? മൈനോറിറ്റി റൈറ്റ്സ് ആർ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗിവൻ ടു ഗ്രൂപ്പ് ദാറ്റ് are numerically smaller or socially disadvantaged in a society. സമൂഹത്തിൽ സംഖ്യാപരമായിട്ട് ചെറിയതോ സാമൂഹികമായി പിന്നോക്കത്തിലോ ഉള്ള ഗ്രൂപ്പുകളെ നൽകിയിട്ടുള്ള പ്രത്യേക സംരക്ഷണമാണ് ഏത് പറയുന്നത്? മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, സിഖ്, ബുദ്ധ, പാർസി ഭാഷാ ന്യൂനപക്ഷങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇവരുടെ സാംസ്കാരിക തിരിച്ചറിവും സംരക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടന നിരവധി വ്യവസ്ഥകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, എന്താണ് ആർട്ടിക്കിൾ 29? എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, അല്ലെ, സംസ്കാരവും വിദ്യാഭ്യാസവും പരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കൽ മൈനോറിറ്റി റൈറ്റുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 13 റൈറ്റ് ഓഫ് മൈനോറിറ്റി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മാനേജ് ദെയർ ഓൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 14 and 15 ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. എന്താണ് ആർട്ടിക്കിൾ 14 15? എല്ലാവർക്കും സമത്വാവകാശം, വിവേചനമില്ലായ്മ. Then last one is article 350A and 350B. ഈ എയും ബിയും മാറരുത് കേട്ടോ. ഇവിടെ എന്താണ്? സേഫ് ഗാർഡ്സ് ഓഫ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്. ഇവിടെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം. അപ്പൊ ഈ ആർട്ടിക്കിളൊക്കെ എന്ത് ചെയ്യുക? ഒരു 2 3 ഒന്ന് പഠിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ ഈ ആർട്ടിക്കിൾ എഴുതുമ്പോ നിങ്ങൾക്ക് 2 3 മാർക്കും എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. മറ്റു നമുക്ക് നോക്കാം മൈനോറിറ്റി റൈറ്റ്സ് ആണ്. എന്തൊക്കെയാണ്? ഒന്നെന്താണ്? ന്യൂനപക്ഷങ്ങളുടെ സംസ്കാരവും തിരിച്ചറിവും സംരക്ഷിക്കുന്നു. മറ്റൊന്നാണ് ഏത്? രണ്ടെന്താ? വിവേചനവും ചൂഷണവും ഒഴിവാക്കുന്നു. 3 സമത്വവും നീതിയും ഉറപ്പാക്കുന്നു. ജനാധിപത്യത്തിന്റെ കേന്ദ്രീയ മൂല്യങ്ങളെ 4 എല്ലാ വിഭാഗങ്ങൾക്കും ഉൾക്കൊള്ളാനും അനുഭവപ്പെടുകയും അതുവഴി ദേശീയ ഐക്യവും ശക്തമാക്കുന്നു. The last one is ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലകളിലും അവർക്ക് നല്ല രീതി വരുന്നുണ്ട്. ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മക്കളെ, എപ്പോഴും എവർഗ്രീൻ സോങ്സ് എന്ന് പറയുന്ന പോലെ എവർഗ്രീൻ ടോപ്പിക്കാണ്. ഏത് പരീക്ഷയ്ക്കും ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഏതാണ്? നമ്മുടെ ഡിഫൈൻ ആൻഡ് എക്സ്പ്ലനേഷൻ ദി ഫീച്ചേഴ്സ് ഓഫ് സിവിൽ സൊസൈറ്റി. പൗര സമൂഹത്തിന്റെ സവിശേഷതകൾ നിർവചിക്കുക, വിശദീകരിക്കുക. അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ എക്സ്ട്രാ 2 മാർക്കായി ചോദിക്കാം. എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2005. അപ്പൊ അതിന്റെ ഇയറും ഡേറ്റും കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. 1 വേർഡ് ഒക്കെ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സിവിൽ സൊസൈറ്റി. എന്താണ് പൗരസമൂഹം എന്ന് പറയുന്നത്? സർക്കാരിന്റെയും വിപണിയുടെയും നിയന്ത്രണത്തിൽ നിന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളും
കൂട്ടായ്മകളും ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് ഏത്? പൗരസമൂഹം അല്ലെങ്കിൽ ഏതാണ്? സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അത് ഉൾപ്പെടുന്ന ഓർഗനൈസേഷൻ ആണ് NGO, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ്, ട്രേഡ് യൂണിയൻ, റിലീജിയൻ ഗ്രൂപ്പ്സ്, പ്രൊഫഷണൽ അസോസിയേഷൻ, അതർ സിവിക് ഓർഗനൈസേഷൻ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു പബ്ലിക് ലൈഫ്. ഇനി നമുക്ക് നോക്കാം അതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഒന്ന്, സംസ്ഥാനത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്തെ ഫീച്ചർ എന്താണ്? ലാഭോച്ഛിതമില്ലാതെയുള്ള വാണിജ്യ പ്രോഫിറ്റ് എന്തല്ല, ഇവിടെ പണോ ലാഭമോ ഒന്നും അല്ല, ഇവിടെ ഒരു വെൽഫെയർ പ്രോഗ്രാം ആണ്. മറ്റൊന്നാണ് ഏത്? പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ഇൻ ഗവർണൻസ്, അല്ലെ, ഭരണത്തിന്റെ സുതാര്യതയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അവിടെ ഓരോന്നും എന്താ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ, അല്ലെ. എന്താണ് ഇത്? 1990 രാജസ്ഥാനിലെ പൗരസംഘടനയായ മസൂർ കിസാൻ ശക്തി ശങ്കറാണ് ഈ സമരം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഗവൺമെന്റ് ഗ്രാമവികസനത്തിന് വേണ്ടി ചെലവഴിച്ച ഫണ്ടിനെ കുറിച്ചുള്ള രേഖകൾ ആവശ്യപ്പെട്ടതോടെയാണ് ഇങ്ങനെ ഒരു സമരം തുടക്കം കുറിച്ചത്. വിവരാവകാശ നിയമം 2005 ജൂൺ 15 പാർലമെന്റ് പാസ്സാക്കി. 2005 ഒക്ടോബർ 13 ഈ നിയമം നിലവിൽ വന്നു. അപ്പൊ എന്തൊക്കെയാണ് ഇംപ്രൂവ് പബ്ലിക് സർവീസ് ഡെലിവറി എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സാൻസ്ക്രിതൈസേഷൻ ആൻഡ് ഡൊമിനന്റ് കാസ്റ്റ്. അപ്പൊ എന്താണ് സംസ്കൃതവൽക്കരണം? അത് കൊണ്ടുവന്ന വ്യക്തിയാണ് MN ശ്രീനിവാസൻ. അത് പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ഇത്, ദ റിമെമ്പേർഡ് വില്ലേജ്. വൺ വേർഡ് ഓർത്തു വെക്കുക. എന്താണ് സാൻസ്ക്രിതൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെ. താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിക്കാരും വിശ്വാസങ്ങൾ, അല്ലെ, ആചാരങ്ങളായിക്കോട്ടെ, ജീവിതശൈലി, മറ്റു സാംസ്കാരിക ചിഹ്നങ്ങൾ എന്നിവ ഏറ്റെടുക്കുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? സംസ്കൃതവൽക്കരണം. ഇവിടെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട സസ്യവൃക്കുകളായിട്ട് പാറുന്നു, ബ്രാഹ്മണരെ പോലെ പൂനൂല് ധരിക്കുന്നു, അതുപോലെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും പൂജകൾ ചെയ്യുകയും ചെയ്യുന്നു. താഴ്ന്ന ജാതിയിലുള്ളവർക്ക് വിലക്കുണ്ടായിരുന്ന ആചാരങ്ങൾ പോലും അവർ ചെയ്യാൻ തുടങ്ങുന്നു. ഇനി എന്താണ് ഡൊമിനന്റ് കാസ്റ്റ്? ഇത് മാത്രം 2 മാർക്കിന് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ. അത് ഡൊമിനന്റ് കാസ്റ്റിന്റെ പ്രത്യേകതയാണ് ലാർജ് നമ്പേഴ്സ് ആയിരിക്കും, അല്ലെ. ജനസംഖ്യയിൽ കൂടുതൽ അവരായിരിക്കും. ഹാവ് ലാൻഡ് റൈറ്റ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. ഇക്കോണമിക്കലി പവർഫുൾ ആയിരിക്കും. പൊളിറ്റിക്കൽ പവർ ആൻഡ് പാർട്ട് ഓഫ് റീജിയണൽ പോളിസീസ്. ദെൻ അഗ്രോറിയൻ ഇക്കോണമിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഏത്? ട്രൈബൽ communities. Classify and explain the tribal communities on the basis of the permanent and acute rights. ഈ ടോപ്പിക്കിൽ നിന്ന്, ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ്, അല്ലെ, ഏന്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ വരുമ്പോ ഏന്റെ ആൻസർ എന്താണോ അത് എന്ന് എഴുതിയിട്ട് അതിന്റെ ആൻസർ എഴുതാം. പിന്നെ ബി എന്താണോ ബി എന്ന് ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യാ, ബീന്റെ ആൻസർ എഴുതുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് പെർമനന്റ് റൈറ്റ്സ്. ഓക്കെ, ഒരാൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്ന അതൊക്കെയാണ് എന്ത് പെർമനന്റ് റൈറ്റ്സ്. റേസ് അറിയാലോ. ഓക്കെ, അത് നമ്മുടെ മിഡിൽ ഇന്ത്യയിൽ 85% ഓഫ് ട്രൈബൽസ് കാണപ്പെടുക. ഗുജറാത്ത്, രാജസ്ഥാൻ, ഒഡീഷ, എല്ലാ സ്റ്റേറ്റുകളിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കാണപ്പെടും. ഓക്കെ ആണല്ലോ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റില് 11% നമുക്ക് ട്രൈബൽസിന് കാണാം. അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ് ഒക്കെ 16%, 95% വരെ നമുക്ക് കാണാൻ പറ്റും. തന്നെ മറ്റു ഫിസിക്കൽ ഫീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഉണ്ട്. അക്യൂട്ട് ട്രൈറ്റ്സ് എന്താണ് അഭ്യസിച്ചെടുക്കുന്ന ഗുണങ്ങളാണ് എന്ത് അക്യൂട്ട് ട്രൈറ്റ്സ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി. 3 സ്റ്റേജസ് അറിയാലോ, ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൊണ്ടുവന്ന ആളുടെ പേര് മറന്നു പോകരുത്. അതുപോലെ തന്നെ മാൽത്തൂസിയന്റെ ട്രാൻസിഷൻ തിയറി ഓഫ് പോപ്പുലേഷൻ എന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്
നമ്മുടെ ഈ വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കും. അപ്പൊ ഈ നോട്ട്സ് ഒക്കെ എങ്ങനെ ലഭിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നവരുണ്ടാകും. നമ്മുടെ ഈ നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ +2 ക്രിസ്മസ് എക്സാമിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കും. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിന് മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നോട്ട്സ് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഓൾ ലൈവ് ലിങ്ക് ആയിക്കോട്ടെ, മൈക്രോ ബിറ്റ്, ഡെയിലി സ്റ്റഡി പ്ലാൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. നമ്മുടെ എജുപോർട്ടിന്റെ ന്യൂ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ ഈടാക്കുന്ന 1,999 ആണ്. അപ്പൊ സെറ്റ് ആണല്ലോ. ഇനി വരാൻ പോകുന്ന എക്സാമുകളെ ഉഷാറാക്കണ്ടേ? വരാൻ പോകുന്ന മെയിൻ എക്സാം നമുക്ക് ലക്ഷ്യം എന്താണ്? ഫുൾ മാർക്ക് അല്ലേ? A+ ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ സെറ്റ് ആണല്ലോ, ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.